ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് പതുക്കെ സെക്കൻഡ് സെമസ്റ്ററിലെ ഓൾജിബ്ര സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനു വേണ്ട ചില ബേസിക്കായ റിക്വയർമെൻറ്റ്സ് പോലെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്ത് ജസ്റ്റ് പറയാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച ഒരു കാര്യമായിരുന്നു എന്ത്? ദ റിംഗ് ഓഫ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ പോളിനോമിയൽ റിങ്ങിൽ എന്തായിരുന്നു? റിംഗ് ഓഫ് പോളിനോമിയൽസ് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന എലമെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരുന്നു, അല്ലേ? ആർ ബി റിംഗ്. ദെൻ എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് വിത്ത് കോയിഫിഷ്യൻ ആൻഡ് ആർ is an infinite formal sum, summation I equal to 0 to infinity ai x raised to I, a naught plus a1x plus etc. an x raised to n, where ai is element of R and ai equal to 0 for all but finitely many values of I. അപ്പോൾ നമുക്കറിയാം, പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ പോളിനോമിയൽസിനകത്ത് എന്തേ ഉണ്ടാവുള്ളൂ? ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉണ്ടാവാറ്, അല്ലേ? ഇനി ആ പോളിനോമിയൽ എടുക്കുന്ന സ്ഥലം അനുസരിച്ചാണ് നമ്മൾ ആ പോളിനോമിയലിൻ്റെ ഇത് പറയുക, റിംഗ് അനുസരിച്ച്, അല്ലേ? കോയിഫിഷ്യൻസിൻ്റെ റിംഗ് അനുസരിച്ച്. ഇപ്പോൾ ആർ ഓഫ് എക്സിലെ പോളിനോമിയലാണ് ആർ ഓഫ് എക്സിൽ ആർ ഓഫ് എക്സിലെ പോളിനോമിയലാണെങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം? ആ പോളിനോമിയൽസിൻ്റെ കോയിഫിഷ്യൻസ് എവിടെ നിന്നായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലേ? സെഡ് ഓഫ് എക്സ് ആണെങ്കിൽ ആ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് എവിടെ നിന്ന് എടുക്കുന്നുണ്ടാവുക? സെഡ് എന്നായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. സിമിലർലി റാഷണൽ നമ്പേഴ്സാണ് ക്യൂ ഓഫ് എക്സ് ആണെങ്കിൽ ക്യൂ ഓഫ് എക്സ്. ഇപ്പോൾ Z3 ഓഫ് എക്സ് ആണെങ്കിൽ ദ റിംഗ് Z3 നിന്നായിരിക്കും അതിൻ്റെ കോയിഫിഷ്യൻസ് എടുക്കുന്നുണ്ടാവുക, അല്ലേ? ഇതുപോലെയാണ് നമ്മൾ പോളിനോമിയൽസിൻ്റെ എടുക്കുന്നത്. ഓക്കെ, ഇനി പോളിനോമിയൽസ് നമ്മൾ പഠിച്ചു വന്നപ്പോൾ പിന്നെ പോളിനോമിയൽസിന് നമ്മൾ എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നേ? പോളിനോമിയൽസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യമാണ് പോളിനോമിയൽസിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്, അല്ലേ? എന്തായിരുന്നു പോളിനോമിയൽസിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞ അർത്ഥം? പോളിനോമിയലിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് 0 ആവുന്ന പോയിൻറ്റ്സ്, അല്ലേ? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ സം പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആൽഫ ഈസ് എ റൂട്ട് ഓർ ആൽഫ ഈസ് എ 0 ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയും. ഇനി അപ്പോൾ ഒരു മേജർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു പോളിനോമിയൽ തന്നാൽ ആ പോളിനോമിയലിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ പോളിനോമിയലിൻ്റെ റൂട്ട്സ് എവിടെയാണ് ഉള്ളത്, ഏത് റിങ്ങിലാണ് ഉള്ളതെന്നാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ പല പോളിനോമിയൽസ് നമ്മൾ എടുക്കുമ്പോൾ ആ പോളിനോമിയലിൻ്റെ ഏത് റിങ്ങിലാണ് അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അല്ലേ? ഇപ്പോൾ x²+1 എന്ന് പറഞ്ഞ ആളെ എനിക്ക് സെഡ് ഓഫ് എക്സിൽ എടുക്കാം, ആർ ഓഫ് എക്സിൽ എടുക്കാം, ക്യൂ ഓഫ് എക്സിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ആളുടെ റൂട്ട്സ് ഇനി സി ഓഫ് എക്സിൽ വേണമെങ്കിൽ സിയിലും കൺസിഡർ ചെയ്യാം. ഈ പർട്ടിക്കുലർ പോളിനോമിയലിൻ്റെ റൂട്ട്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിക്കണേ. ക്ലിയർലി നമുക്കറിയാം എന്ത്? സെഡിനകത്തുള്ളതിന് റൂട്ട്സ് ഇല്ല, ആറിലും റൂട്ട്സ് ഇല്ല, ക്യൂവിലും റൂട്ട്സ് ഇല്ല, അല്ലേ? കാരണം x²+1 ഈക്വൽ ടു 0 ആവണമെങ്കിൽ എന്തായിരിക്കണം? x² ഈക്വൽ ടു -1 വരുന്നൊരു വാല്യൂ ആയിരിക്കണം. ദാറ്റ് ഈസ് അങ്ങനത്തെ വാല്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് i. x ഈക്വൽ ടു i, എ കോംപ്ലക്സ് ഇമാജിനറി നമ്പർ, അല്ലേ? ആ നമ്പർ എന്ന് പറയുന്നത് സെഡിലോ ആറിലോ ക്യൂവിലോ അവൈലബിൾ അല്ല, സോ സിയിലാണ് ഉള്ളത്. സോ ഒരു പോളിനോമിയൽ തന്നാൽ ആ തന്നിരിക്കുന്ന പോളിനോമിയൽസ് ഏത് റിങ്ങിലാണ് അതിൻ്റെ സീറോസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്ന കേസുകളിൽ റിങ്ങിൽ അല്ല നമ്മൾ നോക്കുന്നുണ്ടാവുക, ഒരു ഫീൽഡിനകത്താണ് അതിൻ്റെ റൂട്ട്സ് ഉണ്ടാവുക എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, റിങ് എന്താണ്, ഫീൽഡ് എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റിങ് ആണെന്ന് പറഞ്ഞാൽ റിങ് ആർ എന്നൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർ സ്ട്രക്ചർ വിത്ത് 2 ഓപ്പറേഷൻസ് ഉണ്ടാവണം, ആർ പ്ലസ് ഡോട്ട്. ഇപ്പോൾ 6 റിയൽ നമ്പേഴ്സ് എടുത്തതേ ഉള്ളൂ, സാധാരണ ആറാണ് റിങ്ങിന് നൊട്ടേഷനിൽ ഉണ്ടാവുക, 6 പ്ലസ് ഡോട്ട്. അതിനകത്ത് അണ്ടർ അഡീഷൻ പ്രകാരം എന്തായിരിക്കണം? അതൊരു അബീലിയൻ ഗ്രൂപ്പായിരിക്കണം, അണ്ടർ അഡീഷൻ പ്രകാരം. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താണെന്ന് ഡോട്ട് പ്രകാരം എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം, ഡോട്ട് പ്രകാരം ക്ലോസ്ഡ് ആയിരിക്കണം, ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. പിന്നെ ഡോട്ട് പ്രകാരം എന്തുണ്ടാവണം? എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി ആയിരിക്കണം, എന്ന് വെച്ചാൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം.
ഡിസ്ട്രിബ്യൂട്ടീവ് അല്ല, അസോസിയേറ്റീവ് ആയിരിക്കണം അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം. പിന്നെ അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവും ആയിരിക്കണം. സോ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ സിയും അതുപോലെ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ സി പ്ലസ് ബി സി ആയിരിക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കും ആറിനെ ആർ പ്ലസ് വൺ ഡോട്ടിനെ നമ്മളെന്ത് വിളിക്കും, റിംഗ് എന്ന് വിളിക്കും. അല്ലേ, ഈ റിങ്ങിനകത്ത് 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എ ഡോട്ട് വൺ ഈക്വൽ ടു എ ഈക്വൽ ടു 1 ഡോട്ട് എ ഫോർ എവരി എ എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്ന് പറയും. അല്ലേ, അതുപോലെ തന്നെ എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണെങ്കിൽ നമ്മളെന്ത് വിളിക്കും, ആ റിങ്ങിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് വിളിക്കും. ഇതൊക്കെയാണ് നമ്മൾ റിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്തായിരുന്നു ഒരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിങ് വിത്ത് എന്തൊക്കെ പ്രത്യേകത ഉണ്ടാവണം ഫീൽഡിനകത്ത്, ഫീൽഡ് ആകുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താണ്, അതിനകത്തുള്ള നോൺ സീറോ എലമെൻറ്റ്സിന് എന്തുണ്ടാവും, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അല്ലേ, ഒരാളുടെ ഫീൽഡാണെന്ന് പറഞ്ഞാൽ എന്താ, ആ ഫീൽഡിനകത്ത് ഇതേപോലെ 2 ഓപ്പറേഷൻസാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എഫും പ്ലസും അതുപോലെ ഡോട്ടും ഉണ്ടാവും. അതിനകത്ത് എന്തായിരിക്കണം, എഫ് വിത്ത് പ്ലസ് പ്രകാരം എന്തായിരിക്കണം, അതൊരു അണ്ടർ അഡീഷൻ അത് തന്നെയായിരിക്കണം, ഒരു അബീലിയൻ ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം. മാത്രമല്ല എഫ് സ്റ്റാർ വിത്ത് ഡോട്ട് എന്തായിരിക്കണം, ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഒരു അബീലിയൻ ഗ്രൂപ്പ് കൂടി ആയിരിക്കണം. അല്ലേ, എന്തായിരുന്നു എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ, എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോൺ സീറോ എൻട്രീസ്, എഫ് മൈനസ് സിംഗിൾട്ടൺ 0 ആണ് നമ്മുടെ എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി തന്നിരിക്കണ നമുക്ക് എക്സാമ്പിൾസ്, റിങ്ങിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, റിങ്ങിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് ഡോട്ട്, സിമിലർലി ക്യൂ, ആർ, സി എ ഒക്കെ നമ്മുടെ റിങ്ങിന് എക്സാമ്പിളുകളാണ്. അല്ലേ, സെഡ് എൻ പ്ലസ് ഡോട്ട് ഇതെല്ലാം നമ്മുടെ റിങ്ങുകൾക്ക് എക്സാമ്പിളുകളാണ്. അല്ലെങ്കിൽ ആർ ഓഫ് എക്സ്, ഇതെല്ലാം നമ്മുടെ റിങ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഫീൽഡിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഫീൽഡിന് എക്സാമ്പിളുകൾ ഈ സെഡ് പ്ലസ് ഡോട്ട് പറ്റില്ല, ക്യൂ, ആർ, സി എ, സെഡ് എന്നിൽ തന്നെ ഏത് പ്രത്യേകതയുള്ള ആൾക്കാർ എൻ ഈക്വൾ ടു പി ആവണം, സെഡ് പി അണ്ടർ അഡീഷൻ മോഡിലോ പി. ഇവിടെ അഡീഷൻ മോഡിലോ എന്നും മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അഡീഷൻ മോഡിലോ പിയും മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ പിയും ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എന്താ വരാൻ പോകുന്നത്, സെഡ് പിന്നകത്ത് ഉണ്ടാവുന്നത്. എന്തായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ അഡീഷൻ മോഡിലോ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, 2 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അഡീഷൻ മോഡിലോ പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എയും ബിയും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എടുക്കുക. അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫീൽഡ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റഗ്രൽ ഡൊമൈൻ എന്താണെന്ന് അറിയായിരുന്നു. അല്ലേ, ഇൻ്റഗ്രൽ ഡൊമൈൻ എന്താണ്, ഒരാൾ ഇൻ്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താണ് അർത്ഥം, എ ഈക്വൽ ടു 0 ഓർ എന്തായിരിക്കും അത്, ബി ഈക്വൽ ടു 0 ആയിരിക്കും. അല്ലേ, അതായത് 0 ഡിവൈസസ് ഇല്ലാത്ത സ്ഥലത്തിനെ പറയുന്ന പേരാണെന്ത്, ഇൻ്റഗ്രൽ ഡൊമൈൻ എന്ന് പറയണത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അറിയാം, നമ്മുടെ സാധാരണ കേസിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ പോളിനോമിയൽസ് ആണെങ്കിൽ പോളിനോമിയൽസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സീറോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു പോളിനോമിയൽ എടുത്താൽ അതിൻ്റെ സീറോസ് ഫീൽഡുകളിൽ തന്നെ നമ്മൾ പറയുന്ന ഫീൽഡിൽ ഉണ്ടാവണമെന്ന നിർബന്ധം ഇല്ല. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മളൊരു പോളിനോമിയൽ എടുത്താൽ നമ്മൾക്ക് വേണ്ട റൂട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അപ്പോൾ റൂട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ ഓട്ടോമാറ്റിക്കലി വരിക, നമ്മളിവിടെ പഠിച്ചൊരു കാര്യം, റിംഗ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെന്നുള്ള കാര്യമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സെറ്റ് ഓഫ് എക്സിലെ പോളിനോമിയൽ എടുത്തൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ഓഫ് എക്സിലെ പോളിനോമിയലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കോയിഫിഷ്യൻസിൽ എന്ത് ചെയ്യും, സെറ്റ് 2ൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ ചെയ്ത് ആ ഓപ്പറേഷൻസൊക്കെ കോയിഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇവാലുവേഷൻ ഹോമോമോസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം എപ്പോഴും. എന്താണെന്ന് ഇവാലുവേഷൻ ഹോമോമോസ് എന്ന് വെച്ചാൽ ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഒരു വാല്യൂ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലേ, ദാറ്റ് ഈസ് ഫൈ ആൽഫ ഫ്രം a0 a1x പ്ലസ് an x raised to n ഈക്വൽ ടു a0 a1 ആൽഫ പ്ലസ് എക്സെട്ര an ആൽഫ റേസ്ഡ് ടു n. എന്ന് വെച്ചാൽ എക്സിന് പകരം എല്ലാം നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്യും, റീപ്ലേസ്മെൻറ്റ് നടത്തും. അല്ലേ, എവിടെ നിന്ന് എവിടേക്കായിരുന്നു മാപ്പ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. എഫ് ഒരു സബ് ഫീൽഡ് ഓഫ് എ ഫീൽഡ് ഇ എന്ന് വെച്ചാൽ എഫിനേക്കാളും
വലുതായിട്ടുള്ള ഒരു ഫീൽഡ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ നൊട്ടേഷൻ നമുക്കിനി വരും, നമുക്ക് മനസ്സിലുണ്ടാവണം. എഫ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു ഇ ആണെങ്കിൽ എഫിനേക്കാളും വലുതായിട്ടുള്ളൊരു ഫീൽഡിൽ നിന്നാണ് ആൽഫ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഫൈ ആൽഫ ഈസ് ഫ്രം എഫ് ഓഫ് എക്സ് ടു ഇ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും ഡിഫൈൻ ചെയ്യണത്, നമ്മുടെ ഈ ഇവാലുവേഷൻ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുന്നത്. അല്ലേ, ഈ ഇവാലുവേഷൻ ഹോമോമോർഫിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ ഇവാലുവേഷൻ ഹോമോമോർഫിസം പ്രകാരം ഫൈ ഓഫ് ആൽഫ ഓഫ് സം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫൈ ഓഫ് ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ അർത്ഥം ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്നാണെന്ന് അർത്ഥം. അല്ലേ, ദാറ്റ് ഈസ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് അല്ലെങ്കിൽ 0 ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ ഇവാലുവേഷൻ ഹോമോസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ റൂട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവാലുവേഷൻ ഹോമോസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഇവാലുവേഷൻ ഹോമോസിന് വേറെ ഇമ്പോർട്ടൻസ് വരും, നമ്മളത് വരും വഴിയെ കാണും. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ഹോമോസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോളിനോമിയൽസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പോളിനോമിയൽസ് എന്നിട്ടുണ്ട് പോളിനോമിയൽസിൻ്റെ റൂട്ട്സ് അതാ തന്നിരിക്കുന്ന ഫീൽഡുകളിൽ ഇല്ലാത്ത സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. x² - 2 എന്നുള്ള പോളിനോമിയൽ എടുക്കണമെന്ന് വെച്ചാൽ ക്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കാണാൻ പറ്റില്ല. കാരണം അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പ്ലസ് ഓർ -√2 ആണ്. അത് ഇറാഷണൽ നമ്പേഴ്സാണ്. അല്ലേ, പിന്നെ സോ നമ്മുടെ ബേസിക് ഗോൾ എന്താണെന്നുള്ളത് ഇവിടെ ഒരു വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ബേസിക് ഗോൾ ടു ഷോ ദാറ്റ് എ ഗിവൺ എനി പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 where the coefficients of the polynomial may be from any field, we can find a zero of this polynomial in some field containing a given field. അതായത് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഫീൽഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻസ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ഈ ക്യാപിറ്റൽ എഫ് എന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനൊരു പോളിനോമിയൽ തന്നാൽ ആ പോളിനോമിയലിൻ്റെ ഈ എഫ് ഓഫ് എക്സിൻ്റെ 0 വരുന്ന രീതിയിലുള്ള ഒരു ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? എഫിനകത്തെങ്ങാനും 0 ഇല്ലെങ്കിൽ എഫിനേക്കാളും വലിയൊരു ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസറുകളാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിഗ്രി ലെസ് ആയിട്ടുള്ള പോളിനോമിയലും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആ പോളിനോമിയലിനെ കുറിച്ച് അടുത്ത കാര്യമായിട്ട് വരുന്നത് എന്താ? പോളിനോമിയൽസിൻ്റെ ഫാക്ടറൈസേഷൻ ആയിരുന്നു. അല്ലേ, പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷനിൽ നമുക്ക് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഡിവിഷൻ അൽഗോരിതമാണ്. അല്ലേ, ഡിവിഷൻ അൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലേ, സത്യത്തിൽ ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ പ്രത്യേകത, നമ്മൾ സെഡിനകത്തുള്ള ഇൻറ്റിജേഴ്സ് എടുക്കുമ്പോൾ ഇൻറ്റിജേഴ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഇൻറ്റിജേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻറ്റിജേഴ്സിനെയും എന്ത് ചെയ്യാൻ പറ്റും? സം ഇൻറ്റിജർ ഇൻറ്റു സം എക്സ് ഈക്വൽ ടു എക്സും സം എമ്മും എന്നാണ് തരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എം ഈക്വൽ ടു സം NQ + R എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് സെറ്റിനകത്തും നമ്മുടെ ഡിവിഷൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലേ, സിമിലിയർലി സെറ്റിൽ നിന്നും അതേപോലെ നമ്മൾ മാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിലോട്ട്. ഓക്കെ, സെറ്റ് ബിഹേവ് ചെയ്യുന്ന ഒരു ഐഡിയ പോലെ തന്നെയാണ് എഫ് ഓഫ് എക്സിലും ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയാണ് എഫ് ഓഫ് എക്സിനകത്തും ഡിവിഷൻ അൽഗോരിതം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സിനകത്ത് ഡിവിഷൻ അൽഗോരിതം എങ്ങനെ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വിത്ത് പ്രത്യേകത എന്താ? ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലേ, സോ ഡിവിഷൻ അൽഗോരിതം മനസ്സിൽ ഉണ്ടാവണം എപ്പോഴും. ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ അടുത്ത് എന്താ പ്രൂവ് ചെയ്തത്?
ഓട്ടോമാറ്റിക്കലി ഫാക്ടർ തിയറം എന്താണെന്ന് പറഞ്ഞു അല്ലേ. എന്തായിരുന്നു ഫാക്ടർ തിയറം? ആൻ എലമെൻറ്റ് എ എലമെൻറ്റ് ഓഫ് എഫ് ഈസ് എ സീറോ ഓഫ് എ പോളിനോമിയൽ എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല, ഇപ്പോൾ തിയറമായിട്ട് പഠിച്ചതേ ഉള്ളൂ. പണ്ട് തൊട്ടേ പോളിനോമിയൽസിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഒരാൾ റൂട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ് മൈനസ് എ ഫാക്ടറാന്ന് എടുത്തിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്ത് പോകും അല്ലേ. നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണത്. ഇനി അപ്പോൾ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. പിന്നെന്താ കണ്ടേ? നമ്മൾ കണ്ട കാര്യം, ഒരു നോൺ സീറോ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ വിച്ച് ഈസ് ഓഫ് ഡിഗ്രി എൻ ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് എൻ സീറോസ് ഇൻ എ ഫീൽഡ് എഫ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എഫ് ഫീൽഡാണ്. എഫ് ഓഫ് എക്സിനകത്ത് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽസിന് എത്ര സീറോസ് ഉണ്ടാവും എന്നാണ് പറയണത്? അറ്റ്മോസ്റ്റ് എൻ സീറോസേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ചോദിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇതുവരെ കണ്ട് കേട്ട് പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്താ കണ്ടിട്ടുള്ളത്? എൻ ഡിഗ്രി ഉള്ളൊരു പോളിനോമിയലിന് എൻ സീറോസ് തന്നെയാണ് മാക്സിമം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിങ് കണ്ടുപിടിക്കാൻ പറ്റുമോ എൻ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലിന് എന്നിനേക്കാളും കൂടുതൽ സീറോസ് ഉള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ? സ്വയം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, കഴിഞ്ഞ സെമസ്റ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എടുക്കുന്ന ആറ് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ആർ ഓഫ് എക്സിനകത്തുള്ള ആറിന് നമ്മളെടുക്കുന്ന ആർ ഓഫ് എക്സിനകത്ത് ഈ പർട്ടിക്കുലർ ആറ് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ, ഓക്കെ, എന്താണ് പറഞ്ഞത്? നമ്മളെടുക്കുന്ന റിങ്ങിൻ്റെ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ റിങ്ങിനകത്ത് എടുക്കുന്ന ആറ് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് എൻ ഡിഗ്രിയുള്ള പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് എൻ സൊല്യൂഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിൽ നോക്കുക, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളിലെല്ലാം നമ്മൾ എടുക്കാറ് സെഡ് ഓഫ് എക്സിലുള്ള ആൾക്കാർ, ആർ ഓഫ് എക്സിലുള്ള ആൾക്കാർ, ക്യൂ ഓഫ് എക്സിലുള്ള ആൾക്കാർ, സി ഓഫ് എക്സിലുള്ള ആൾക്കാരൊക്കെയാണ് എടുക്കാറ് അല്ലേ. അതിലൊക്കെ അറ്റ്മോസ്റ്റ് എൻ സീറോസേ ഉണ്ടാവുള്ളൂ. കാരണം സെഡ് ഇൻ്റഗ്രൽ ഡൊമൈനാണ്, ആർ ഇൻ്റഗ്രൽ ഡൊമൈനാണ്, ക്യൂ ഇൻ്റഗ്രൽ ഡൊമൈനാണ്, സി ഇൻ്റഗ്രൽ ഡൊമൈനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് വേണം എന്ത് ചെയ്യാൻ? nth ഡിഗ്രി ഉള്ളൊരു പോളിനോമിയലിന് അതിനേക്കാളും കൂടുതൽ സൊല്യൂഷൻസ് ഉള്ള സ്ഥലം കണ്ടുപിടിക്കാൻ അല്ലേ. നമ്മൾക്കറിയാവുന്ന റിങ് ആണ്, പക്ഷേ ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ലാത്തതിനുള്ള എളുപ്പം ഉള്ള എക്സാമ്പിളുകൾ ആരാണ്? നമ്മുടെ ZN ഫോർമാറ്റിലുള്ള ആൾക്കാർ, വേർ n നോട്ട് എ പ്രൈം നമ്പർ ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. അവരാണെന്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്ന ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ലാത്ത ആൾക്കാർ. അപ്പോൾ ZN ഓഫ് എക്സുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോളിനോമിയലിന് അതിൻ്റെ ഡിഗ്രിയേക്കാളും കൂടുതൽ സീറോസ് ഉള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്താ? ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ എന്താ പറഞ്ഞത്? അതിൻ്റെ സീറോസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ തിയറവും വീണ്ടും നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ് തന്നിട്ടുള്ള അതിൻ്റെ സീറോനെ ഒഴിവാക്കിയിട്ടുള്ള എലമെൻറ്റ്സ് എന്ത് ഫോം ചെയ്യും? ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം എന്തായിരിക്കും? ഒരു ഗ്രൂപ്പായിരിക്കും. ഈസ് എ ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ഓഫ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എഫ് സ്റ്റാർ ഡോട്ട് ഫീൽഡ് എഫ്, ദെൻ ഇറ്റ് ഈസ് സൈക്ലിക് ആയിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, അതിൻ്റെ എഫ് സ്റ്റാർ ഡോട്ടിൻ്റെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഇത് സൈക്ലിക് ആയിരിക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ആ പർട്ടിക്കുലർ ഇത് വെച്ചാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. പോളിനോമിയലിൽ അറ്റ്മോസ്റ്റ് എൻ സീറോസ് എന്നുള്ളതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന ആരാ? വാട്ട് ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഇറഡ്യൂസിബിൾ മീൻസ് വാട്ട്? വി കനോട്ട് റെഡ്യൂസ് ദം അല്ലേ. റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പുള്ള പോളിനോമിയലാണ് എക്സാക്ട്ലി ആര്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പോളിനോമിയലിൻ്റെ ഡിഗ്രിയേക്കാളും കുറവ് ഡിഗ്രിയുള്ള പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. That is, f of x cannot be written as some g of x into h of x, where degree of h of x and g of x are less than degree of f of x. ഓക്കെ, ഇനി നമ്മൾ കണ്ടു എന്ത്? നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന കാര്യം കണ്ടു, ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള പോളിനോമിയൽ കണ്ടു, ഇറഡ്യൂസിബിൾ ആയ പോളിനോമിയലിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കണ്ടു.
പിന്നെ ഇവിടെ കണ്ട എന്താ 2 ഡിഗ്രി ഉള്ളൊരു പോളിനോമിയലും 3 ഡിഗ്രി ഉള്ളൊരു പോളിനോമിയലിൻ്റെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന ഫീൽഡിനകത്ത് അവരുടെ സീറോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് 2 ഡിഗ്രിയും 3 ഡിഗ്രിയും ഇറെഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലേ. കാരണം ലീനിയർ ഫാക്ടർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ ഉണ്ടെങ്കിൽ ഒരു ബൈ ഫാക്ടർ തിയറം പ്രകാരം ഒരു റൂട്ട് ഉണ്ടാവുന്നതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആരെയാണ് കണ്ടത്? സെറ്റ് ഓഫ് എക്സിൽ ഒരു ഇമ്പോർട്ടൻസ് കണ്ടു. എന്താ? സെറ്റ് ഓഫ് എക്സിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയലിൻ്റെ റെഡ്യൂസിബിലിറ്റി ഇൻ ക്യൂ ഓഫ് എക്സിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് തിയറം ഉണ്ടായിരുന്നു? എന്താ? തന്നിരിക്കുന്ന പോളിനോമിയലിനെ ആർ ഓഫ് എക്സ് ഇൻറ്റു സം എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെഡ് ഓഫ് എക്സിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയണത്? സെഡ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയലിനെ നമുക്ക് ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ക്യൂ ഓഫ് എക്സിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സെറ്റ് ഓഫ് എക്സിലും അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. ക്യൂ ഓഫ് എക്സിൽ അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അതേ ഡിഗ്രിയിലുള്ള ടൈപ്പ് പോളിനോമിയലുകളായിട്ട് എവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? സെഡ് ഓഫ് എക്സിനകത്തും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് സെഡ് ഓഫ് എക്സിൽ പോളിനോമിയലിനെ ക്യൂ ഓഫ് എക്സിൽ ഏതൊക്കെ ഡിഗ്രിയിലുള്ള പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? സെയിം ഡിഗ്രിയുള്ള പോളിനോമിയലുകളുടെ പോളിനോമിയൽ സെയിം ആവണമെന്നില്ല, ഡിഗ്രി സെയിം ആവുന്ന ടൈപ്പ് പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് എവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സെഡ് ഓഫ് എക്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഹെൽപ്പോട് കൂടി ഇങ്ങനെ തിയറം പറഞ്ഞു. എന്ത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എൻ എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സെട്ര എ നോട്ട് ഇൻ സെഡ് ഓഫ് എക്സിലെ പോളിനോമിയൽ വേർ എ നോട്ട് നോട്ട് ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് എന്താണ്? ഹാസ് എ 0 എപ്പോഴും ഉണ്ടാവുക? ഇൻ ക്യൂവിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ എഫ് എക്സ് 0 ഇൻ ക്യൂ ഉണ്ടാണെങ്കിൽ ഇറ്റ് ഹാസ് എ 0 ഇൻ സെഡ് ബൈ തൊട്ടുമുമ്പത്തെ തിയറ പ്രകാരം എപ്പോഴാണ് ഉണ്ടാവുക? ആ പർട്ടിക്കുലർ 0 എന്ന് പറയുന്നത് ആരെ ഡിവൈഡ് ചെയ്യണം? ആ കോൺസ്റ്റൻറ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ തിയറത്തിൻ്റെ ഹെൽപ്പോട് കൂടി പല പോളിനോമിയലുകളും ഇറഡ്യൂസിബിൾ ആണോ ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്ത എന്താ? നമ്മളൊരു വേറൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? നമ്മൾ ഇങ്ങനെയും പഠിച്ചു അല്ലെ. ഒരു 4th ഡിഗ്രി പോളിനോമിയലിനെ റെഡ്യൂസ് ചെയ്യുന്ന കേസുകളൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു 4th ഡിഗ്രി പോളിനോമിയലിൻ്റെ ആദ്യം റൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അല്ലേ. റൂട്ട് തന്നിരിക്കുന്ന എഫിനകത്ത് ഉണ്ടോ എന്ന് ആദ്യം നോക്കി. എഫിനകത്ത് റൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? തന്നിരിക്കുന്ന പോളിനോമിയൽ 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ അല്ല, ഒരു 4 ഡിഗ്രിയുള്ള പോളിനോമിയലാണ് അല്ലേ. സോ തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇറഡ്യൂസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. എന്ത് പോസിബിലിറ്റി ഉണ്ട്? 4th ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് അതിനെ 2 ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷമേ എന്ത് പറയാൻ പറ്റുള്ളൂ? അത് ഇറഡ്യൂസിബിൾ ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇനി പിന്നെ നമ്മൾ കണ്ടിരുന്നത് ഇറഡ്യൂസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു, ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട്. ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ കുറച്ച് പോളിനോമിയൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അതിനകത്ത് ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എ ഐസ് എല്ലാം പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അതിൻ്റെ ലാസ്റ്റ് കോയിഫിഷ്യൻറ്റിനെ പി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഫസ്റ്റ് ടൈമിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കൂടുതൽ കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് ഇറഡ്യൂസിബിലിറ്റി പറഞ്ഞിട്ടുള്ളത്. സോ ഈ ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പോളിനോമിയൽക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരൊറ്റ ടെസ്റ്റ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ ഒരുപാട് വേറെയും ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്ററുകളിൽ നമ്മൾ കവർ ചെയ്ത് പറയുന്നത്. പിന്നെന്താ? തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്മൾ നമ്പേഴ്സില്ല, അതായത് നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ ഡിവിഷൻ അൽഗോരിതം വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? ഡിവിഷൻ അൽഗോരിതത്തിൽ എന്താ കണ്ടേ? സെഡിനകത്ത് കണ്ട ഒരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ നിങ്ങൾ എവിടെയും കാണാൻ കഴിഞ്ഞത് എഫ് ഓഫ് എക്സിനകത്ത് കാണാൻ പറ്റിയ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. സെയിം ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു നമ്പർ എടുത്താൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കലൊക്കെ ഉണ്ടായിരുന്നത്, ഒരു നമ്പർ കോമ്പോസിറ്റ് നമ്പർ എടുത്താൽ ആ കോമ്പോസിറ്റ് നമ്പറെ പ്രൈം നമ്പറുകളുടെ പ്രൊഡക്റ്റായിട്ട് പ്രൈം നമ്പറുകളുടെ പ്രൊഡക്റ്റുകളുടെ പവറുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ അല്ലേ. ദാറ്റ് ഈസ് n ഈക്വൽ ടു സം p1 പവർ a1 p2 പവർ a2 എക്സെട്ര pn പവർ an ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത്. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയലിനെ ഇറഡ്യൂസിബിൾ പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങോട്ടുള്ള തിയറങ്ങളിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്.
ഇനി ഒരു ചാപ്റ്റർ കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോൺ കമ്മ്യൂട്ടേറ്റീവ് റിങ്സ് തൽക്കാലം നമുക്ക് ആവശ്യമില്ല. നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അടുത്ത് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് വാട്ട് ഈസ് ആൻ ഐഡിയൽ, വാട്ട് ഈസ് ഫാക്ടർ റിങ്സ്. ഓക്കെ, ചാപ്റ്റർ 26 നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യമാണ് ഹോമോമോർഫിസം ആൻഡ് ഫാക്ടർ റിങ്സ് അല്ലേ. ഇവിടെ നമ്മൾ 2 റിങ്ങുകൾ തമ്മിലുള്ള മാപ്പിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ആ മാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോമോർഫിസം ഓഫ് റിങ്സ് അല്ലേ. റിങ് അല്ലെങ്കിൽ റിങ് ഹോമോമോർഫിസം. റിങ് ഹോമോമോർഫിസം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഒരു റിങ്ങിനകത്ത് 2 സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ഫൈ എന്ന് പറഞ്ഞ മാപ്പിങ് എന്ത് സംഭവിക്കണം? 2 ഓപ്പറേഷൻസ് എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ഫൈ ഓഫ് എ പ്ലസ് ബി, ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി ആയിരിക്കണം. ഫൈ ഓഫ് എ ബി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആയിരിക്കണം. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പ്രൊജക്ഷൻ ഇവാലുവേഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ കണ്ട കാര്യമാണ് നമ്മൾ റിംഗ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ എന്ത് പ്രത്യേകത ഉണ്ടാവും? നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് എന്തായി മാറുന്നുണ്ട്? ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് സബ് റിംഗ് ഓഫ് ആരാണ്? ആർ ഡാഷ് ആണ്. ഫൈ ഫ്രം ആർ ടു ആർ ഡാഷ് ആണെങ്കിൽ നമുക്ക് ഫൈ ഓഫ് എസ് എന്ന് പറയുന്നത് ഫൈ ഓഫ് ആർ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ഇമേജ് എക്സാക്ട്ലി എന്താണെന്ന് പറയുന്നത് ഒരു സബ് റിംഗ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടൊരു മെയിൻലി ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആളാണ് കേർണൽ എന്ന് പറയുന്നത് അല്ലേ. കേർണൽ എന്ന് പറയുന്നത് കേർണൽ ഫൈ, ഒരു മാപ്പിങ്ങിൻ്റെ കേർണൽ ഫൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഹോമോമോർഫിസം ഫൈ ഫ്രം ആർ ടു ആർ ഡാഷ് റിംഗ് ആർ ഡാഷിലോട്ട് ഉണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആൾ എന്ന് പറയുന്നത് ഫൈ ഓഫ് 1 എന്ന് പറയുന്നത് ഫൈ ഓഫ് ആർ. ഇത് നമുക്കൊരു സബ് റിംഗ് ആയിരിക്കും. ആരുടെ? ആർ ഡാഷിൻ്റെ ഒരു സബ് റിംഗ് ആയിരിക്കും. സബ്സെറ്റിന് എഴുതിയിട്ടുള്ളൂ, സബ് റിംഗ് ആണ് പക്ഷേ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സബ് റിംഗ് ആണ് നമ്മുടെ കേർണൽ ഫൈ എന്ന് പറയുന്നത്. കേർണൽ ഫൈ എങ്ങനെ നോക്കുക? കേർണൽ ഫൈ എന്ന് പറഞ്ഞാൽ ആരാ? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് എന്ത് പ്രത്യേകത? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ള കളക്ഷനാണ്. ഇതാണ് നമ്മുടെ വേറൊരു സബ് റിംഗ്. അതായത് 0 മാപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ, 0 ഇൻ ആർ ഡാഷ് ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷനാണ് എടുക്കാൻ പോകുന്നത്. അത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സബ് റിംഗ് ആയിരിക്കും. ദെൻ ദ കേർണൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഫൈ ഇൻവേഴ്സ് ഓഫ് 0 ഡാഷ് ആണ് കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എ റിംഗ് ഈസ് എ ഫൈ ഫ്രം ആർ ടു ആർ ഡാഷ് ഈസ് എ 1-1 മാപ്പ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേർണലിൽ സിംഗിൾട്ടൺ 0 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞു വന്ന കാര്യമാണ് എന്ത്? നമ്മൾ ഫാക്ടർ ഗ്രൂപ്പ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഫാക്ടർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ടൈപ്പ് ഗ്രൂപ്പ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമിലർലി ക്യാൻ വി മേക്ക് ഫാക്ടർ റിങ്സ്. അപ്പോൾ ഫാക്ടർ റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ച മെയിൻ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ എ പ്ലസ് എച്ച് ഇൻറ്റു ബി പ്ലസ് എച്ച്, എ പ്ലസ് ബി പ്ലസ് എച്ചും, അതുപോലെ തന്നെ എ പ്ലസ് എച്ച്, ഈ ഓപ്പറേഷൻ എ പ്ലസ് എച്ച് പ്ലസ് ബി പ്ലസ് എച്ച് ഈക്വൾ ടു എ പ്ലസ് ബി പ്ലസ് എച്ച് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ എ എച്ച് ഇൻറ്റു ബി എച്ച് ഈക്വൽ ടു എ ബി എച്ച് ആവാൻ വേണ്ടി നമുക്ക് വേണ്ടിയിരുന്നത് ഈ എച്ച് എന്ന് പറയുന്നത് ജിയുടെ നോർമൽ സബ് ഗ്രൂപ്പ് ആവണമായിരുന്നു അവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോ ഓപ്പറേഷനല്ല, 2 ഓപ്പറേഷൻസ് ഉണ്ട് റിങ്ങിൽ. എ പ്ലസ് എച്ച് പ്ലസ് ബി പ്ലസ് എച്ച് ഈക്വൾ ടു എ ബി പ്ലസ് എച്ച് ഉണ്ട്. എ പ്ലസ് എച്ച് പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് എച്ച് ഈക്വൾ ടു എ ബി പ്ലസ് എച്ച് ഉണ്ട്. ഈ രീതിയിൽ ഈ മാപ്പിംഗ് ഓക്കെ ആവണമെങ്കിൽ, വെൽ ഡിഫൈൻഡ് ആയ രീതിയിൽ ആവണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇവിടെയുള്ള എച്ചിന് നമുക്ക് വേറൊരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയും. ആ എച്ച് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആവണം എന്നുള്ള വാക്ക് കൊണ്ടുവരും. ഓക്കെ, സോ നേരത്തെ അവിടെയുള്ള ഫാക്ടർ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോർമൽ സബ് ഗ്രൂപ്പ് വന്നു. അതുപോലെ ഫാക്ടർ റിംഗ് ഉണ്ടാക്കാൻ ആര് വന്നു? ഐഡിയൽ വന്നു. സോ എങ്ങനെയാണോ എങ്ങനെ സെയിം പരിപാടിയാണെന്നല്ല പറയുന്നത്, പക്ഷേ അവിടെ നോർമൽ സബ് ഗ്രൂപ്പിന് ഗ്രൂപ്പുകളുള്ളതിന് അനലോഗായിട്ടൊരാൾ വരുന്നതാണ് ആര്? റിങ്ങിനകത്ത് ഐഡിയൽസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഐഡിയലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഐഡിയലിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വളരെ ആവശ്യമുണ്ട്. നമ്മൾ അങ്ങോട്ട് ഡീൽ ചെയ്യുന്നതൊക്കെ ഐഡിയലാണ്. എ അഡിറ്റീവ് സബ് ഗ്രൂപ്പ് n of a ring R satisfies the properties an contained or equal to n and nb contained or equal to n for all a comma b element of R. It is an ideal. ഓക്കെ, അപ്പോൾ ഐഡിയൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചേ പറ്റുള്ളൂ. എന്താണ് സത്യത്തിൽ ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിങ് R തന്നിട്ടുണ്ട്, ഐ എന്ന് പറയുന്ന സബ്സെറ്റ് ഇയാളുടെ റിങ് ആവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഐ പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആദ്യം ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും, ഒരു അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ സബ് ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ,
അണ്ടർ അഡീഷൻ അബീലിയൻ സബ് ഗ്രൂപ്പ് ആയിരിക്കണം. സബ് ഗ്രൂപ്പ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, കാരണം അണ്ടർ അഡീഷൻ ആൾറെഡി അബീലിയൻ ആയതുകൊണ്ട് ആർ ആൾറെഡി അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഐ അതിൻ്റെ സബ് ഗ്രൂപ്പ് ആണെന്ന് മാത്രമേ ചെക്ക് ചെയ്യണ്ടൂ. ദാറ്റ് മീൻസ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? അപ്പോൾ A-B എലമെൻറ്റ് ഓഫ് ഐ ഉണ്ടോ ഫോർ എവരി A, B എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ഐഡിയൽ ആവാൻ വേണ്ട അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് റിങ്ങിനകത്തുനിന്ന് ഒരു R എടുക്കുക, ഐഡിയലിനകത്തുനിന്ന് ഒരു A എടുക്കുക. ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ വീണ്ടും കിട്ടുന്ന RA എന്ന് പറയുന്നത് എവിടുത്തെ ആളായിരിക്കണം? ഐയിലെ ആളായിരിക്കണം. അതുപോലെ A × R = AR എലമെൻറ്റ് ഓഫ് ഐയിലെ ആളായിരിക്കണം ഫോർ എവരി A എലമെൻറ്റ് ഓഫ് ഐ ആൻഡ് R എലമെൻറ്റ് ഓഫ് R. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുക. ഐ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മോൺസ്റ്ററാണ്. അതായത് ഐയിലെ ആൾക്കാരെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് അങ്ങോട്ട് വിഴുങ്ങിയിട്ട് എവിടേക്ക് തന്നെ കൊണ്ടുവരും? ഐയിലോട്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അപ്പോൾ ഐഡിയൽ? ഐഡിയൽ എന്ന് പറയുന്നത് റിങ്ങിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. എന്താണ് സബ് ഗ്രൂപ്പിൻ്റെ? അഡിറ്റീവ് സബ് ഗ്രൂപ്പാണ്. അതിനെന്താണ് പ്രത്യേകതയുള്ള? ആ അഡിറ്റീവ് സബ് ഗ്രൂപ്പിനെ റിങ്ങിലെ എലമെൻറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എവിടേക്ക് തന്നെ വരും? അത് ആ തന്നിരിക്കുന്ന സബ് ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് തന്നെ വരും. സോ ഒരാൾ ഐ സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയുന്ന സബ്സെറ്റ് ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഐഡിയൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ്? അത് ആദ്യം അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് A-B ബിലോങ്സ് ടു ഐ ഫോർ എവരി A, B ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ RA ബിലോങ്സ് ടു ഐ ഫോർ എവരി A എലമെൻറ്റ് ഓഫ് R, A എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ I ആൻഡ് R എലമെൻറ്റ് ഓഫ് ദ റിംഗ് R. നമ്മൾ RA മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന മിക്ക റിങ്ങുകളും കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ RA ചെക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ARഉം ചെക്ക് ചെയ്തതിന് സമമായിരിക്കും. ഓക്കെ, സോ ഐഡിയൽ എന്താണെന്ന് കണ്ടു. ഈ ഐഡിയലിൻ്റെ ഹെൽപ്പോട് കൂടി ഇനി ഐഡിയൽസിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു കാണും. നിങ്ങൾ ഐഡിയൽസിൻ്റെ എക്സാമ്പിളുകൾ Z ഒരു റിംഗ് ആണ്. സെഡിൻ്റെ ഐഡിയൽസ് ഫോർമാറ്റ് NZ ഫോർമാറ്റിലാണുള്ളത്. NZ പ്ലസ് ഡോട്ട് ഇതാണ് അതിൻ്റെ ഐഡിയൽസ് ആയി കിടക്കാൻ പോകുന്നത്. സിംഗിൾട്ടൺ 0 എപ്പോഴും ഒരു ഐഡിയൽ ആയിരിക്കും. തന്നിരിക്കുന്ന റിങ്ങിൻ്റെ Z ഇറ്റ്സെൽഫ് റിംഗ് ഇറ്റ്സെൽഫ് ഒരു ഐഡിയൽ ആയിരിക്കും. ഓക്കെ, ഇനി ആറിൻ്റെയും ക്യൂവിൻ്റെയും സിയുടെയൊക്കെ ഐഡിയലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് വഴിയെ കാണാം. പിന്നെ ഈ ഐഡിയൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട്? നമ്മളൊരു ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഒരു റിംഗ് R നിന്ന് R' ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? R/ കേർണൽ എന്ന് പറയണത് ഐസോമോർഫിക് ടു ആരാന്നാണ് പറയണത്? ഇമേജ് ഫൈ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഹോമോമോർഫിസം തിയറം എന്താണ്? ഗ്രൂപ്പ്സിലുള്ള അതേ ഹോമോമോർഫിസം തിയറമേ ഉള്ളൂ. അവിടെ R/ മാപ്പ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് G/ കേർണൽ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ഇമേജ് ആണ്. അവിടെ ഗ്രൂപ്പ് ആവുന്ന പറയണത്. ഇവിടെ R/ കേർണൽ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു റിംഗ് ആയിരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, പിന്നെ അവസാനിപ്പിക്കുന്നത് എന്താ? ഐഡിയൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡിയൽ വെച്ചിട്ടുള്ള ഓപ്പറേഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ മാപ്പ് ചെയ്യാൻ പറഞ്ഞില്ല? A+Iയും ഐയുടെയും കാര്യം പറഞ്ഞു. A+I + B+I, A+B+Iയും A+N × B+N എന്ന് പറയുന്നത് AB+N ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ സെമിസ്റ്ററിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ റീക്യാപ്പ് പറഞ്ഞാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.